എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. വളരെ രുചികരമാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. ഇനിയിപ്പോൾ പെരുന്നാൾ ദിനത്തില് നിങ്ങൾക്ക് ഇതുപോലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു ബീഫ് റോസ്റ്റിന് ഒരു പ്രത്യേക രുചിയും മണമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പെരിഞ്ജീരകപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പൗഡർ കൂടെ ഒക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. ബീഫ് കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടിയാണ്. ഈ ഒരു പെരിഞ്ജീരകപ്പൊടിയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കറികൾക്ക് കിട്ടുക. 1 ടീസ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പൗഡറാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പില ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ബീഫിന് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് കൈകൊണ്ടൊന്ന് ഒടിച്ചുകൂടി ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് ബീഫ് നല്ലതായിട്ട് തന്നെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. നമ്മുടെ കൈച്ചൂട് കൊണ്ട് ബീഫ് ഒന്ന് അയഞ്ഞ പരുവത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ഈ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കറികൾക്ക് സ്വാദ് കൂട്ടുന്നതിനായിട്ട് കൈകൊണ്ട് ഇതുപോലെ നല്ല മയം വരുന്നത് വരെയും കുഴച്ച് പാചകം ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റും നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങൾക്ക് കിട്ടുന്നതും. കൈകൊണ്ട് തിരുമ്മിയെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 തണ്ട് പുതിന ഇല കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടെ തിരുമ്മി യോജിപ്പിക്കുവാണ്. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം ബീഫ് ഒരു 6 വിസിൽ വരുന്നത് വരെയും നമുക്ക് വേവിച്ചെടുക്കാം. ബീഫിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി കുക്കർ മൂടി നമുക്ക് ഈ ബീഫ് ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യ വിസില് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ, അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് വേവിക്കേണ്ടതും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എയറെല്ലാം പോയി വരുമ്പോൾ നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. ബീഫ് ഇവിടെ നല്ലപോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. നമ്മൾ ഈ ബീഫിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് 3 കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സവാള വലിപ്പമുള്ളതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ഞാനിവിടെ ചെറിയ സവാള ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 കിലോ അളവില് കൊച്ചുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളുടെ അളവ് താല്പര്യത്തിനനുസരിച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഉരുളി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 നുള്ള് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ പൊട്ടി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർക്കാം. ഒരു ചെറിയ തക്കോലം, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു. മസാല മൂപ്പായി വന്നപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഈ ഉള്ളി നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സവാള കൂടെ ചേർക്കാം. വീണ്ടും വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ വഴറ്റുന്ന സവാള നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. മെറൂൺ കളറിലേക്കൊന്നും ആയി വന്നിട്ടില്ല. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റിന് ആവശ്യമായ 1.5 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടില്ല, 2 സ്പൂൺ അളവില് മീറ്റ് മസാല, 1 സ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടി, 1 സ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പൗഡറിന്റെയും പെരിഞ്ജീരകപ്പൊടിയുടെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായ ഈ ഒരു സവാള ഒന്ന് കളർ ചേഞ്ച് ആയി വരാനായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ അളവ് ഒരിക്കലും കൂടി പോവരുത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. അതുവരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം. തക്കാളി ചേർക്കാം.
തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. പൊടികൾ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് എണ്ണ പോരായ്മ ഉണ്ടെങ്കിൽ ബീഫിൽ നിന്നും കുറച്ച് സ്റ്റോക്ക് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് പൊടികൾ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർക്കാം. തക്കാളി കഷ്ണങ്ങൾ വെന്തു ഉടയണോ എന്നൊന്നുമില്ല. ആദ്യമേ നമുക്ക് ബീഫിന്റെ സ്റ്റോക്ക് ചേർത്തൊന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ബീഫിന്റെ ഗ്രേവിയിൽ നിന്നും ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർക്കാം. ബീഫും ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്നും കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം മസാലയെല്ലാം ബീഫിലേക്ക് പിടിച്ച് കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചെറിയ തീയിലിരുന്നു കൊണ്ട് നമ്മുടെ കറി ഒന്ന് പാകമായി വരട്ടെ. അങ്ങനെ 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് നമുക്കൊന്നും കൂടെ തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും തന്നെ ഗ്രേവിയോട് കൂടി തന്നെയാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ അളവിലെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഗാർണിഷ് കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.